അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സൗകര്യമുണ്ട്. മാഷുടെ ഒരു കൃത്യമായ പിന്തുണ എന്ത് വേണമെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്തു കൊള്ളാനുള്ള സഹായമായിട്ട് മാഷ് നമ്മുടെ കൂടെയുണ്ട്. റീന ടീച്ചർ നമ്മളിപ്പോ ജോയിൻ ചെയ്തിട്ടുണ്ട്. റീന നമ്മുടെ കോളേജിലെ ഫിസിക്സിൽ വർക്ക് ചെയ്തിരുന്ന ടീച്ചറാണ്. ആ കാലത്ത് നമ്മൾ നെറ്റ് JRF കോച്ചിങ് നടത്തിയ സമയത്ത് റീന കുറെ ക്ലാസ്സുകൾ എടുത്തിരുന്നു. അപ്പൊ കുട്ടികൾക്ക് വളരെ പ്രിയങ്കരിയായ ഒരു അധ്യാപികയാണ്. ആ കാലത്ത് നമുക്ക് നെറ്റും JRFും എനിക്ക് തോന്നുന്നു രശ്മി, ആതിര തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്കൊക്കെ JRF ഒക്കെ കിട്ടുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോ വടപ്പള്ളി കോളേജിലേക്ക് മാറിപ്പോയ റീനയെ നമ്മൾ ആദ്യത്തെ ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചത്. അപ്പൊ റീന, നിങ്ങൾക്ക് ഇതിന്റെ പ്രാഥമികമായ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ കുറച്ചു പേര് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാത്തവര് പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞ് കണ്ടാലും മതി. അതേപോലെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ഭാഗത്തിന്റെ ചോദ്യങ്ങൾ, ഒരു 9 ചോദ്യങ്ങൾ റീന ഇട്ടിരുന്നു നിങ്ങളോട്. അത് ചെയ്ത് നോക്കാനായിട്ട് പറഞ്ഞിരുന്നു. അതും ഇപ്പൊ പുതുതായി ജോയിൻ ചെയ്തവർ കണ്ടിട്ടുണ്ടാവില്ല. അതും പിന്നീട് ഇനി നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധിക സമയം എടുക്കുന്നില്ല. ഞാൻ നമ്മുടെ ഈ നെറ്റ് പരിശീലന പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ വിജു നായരങ്ങാട് സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. എന്റെ പ്രിയ സുഹൃത്തും മലയാള വിഭാഗത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ അജിത് എം. ഞാൻ ഒരു ദീർഘമായ പ്രസംഗം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളത്. ഞാൻ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ലോഞ്ചിലാണ്. ഒരു ആശുപത്രി വിഷയവുമായി ഇന്ന് ലീവിൽ ഇവിടെ ഹോസ്പിറ്റലിലാണ്. എന്നിരുന്നാലും കോളേജിന്റെ മലയാള വിഭാഗവും IQACയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ വിപുലമായ പരിശീലന പരിപാടിയുടെ തുടക്കം മുഹൂർത്തത്തിൽ ഞാൻ അതിന്റെ കൂടെ ഇല്ലെങ്കിൽ അത് ചരിത്രപരമായി ഒരു സങ്കടമായി തീരും എന്നതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. TMG കോളേജും കോളേജിന്റെ മലയാള വിഭാഗവും അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള പണികൾ ഏറ്റെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നത് കോളേജിന്റെ ഒരു രീതിയാണ്, ഡിപ്പാർട്ട്മെന്റിന്റെ രീതിയാണ്. ഒരുപക്ഷെ മലയാള വിഭാഗത്തിലെയും കോളേജിലെ മറ്റ് ബിരുദാനന്തര ബിരുദ വിഭാഗത്തിലെ കുട്ടികളെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് 4-5 ദിവസങ്ങൾക്ക് മുമ്പ് മനസ്സിൽ അജിത്ത് പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാം വിത്തിൻ നോ ടൈം കേരളത്തിലെ മുഴുവൻ മലയാളം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ഡിമാൻഡിങ് ആവുന്ന ഒരു അവസ്ഥ വന്നുപെട്ടു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു മലയാള വിഭാഗം പോലെയുള്ള ഒരു ഇടം ഈ കാലഘട്ടത്തിലെ പാൻഡമിക്കിനെ എങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ്. അപ്പൊ അത്തരം ഒരു സാഹചര്യം ഇന്ന് രാവിലെ രൂപപ്പെട്ടപ്പോൾ അജിത്ത് എന്നോട് പറഞ്ഞത് നമ്മളിത് എങ്ങനെ നേരിടുമെന്നാണ്. ഞാൻ അജിത്തിനോട് പറഞ്ഞത്, പ്രിൻസിപ്പൽ എന്ന രീതിയിൽ ഞാൻ അജിത്തിനോട് പറഞ്ഞത് അത് എങ്ങനെയാണെങ്കിലും നമ്മൾ നേരിടും എന്ന് തന്നെയാണ്. ഇപ്പോ ഇന്ന് രാവിലെ ഈ നേരം കൊണ്ട് 500-ലധികം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് നിൽക്കുന്നു എന്നാണ്. അതിനി 1000-ഓ 1500-ഓ ആയാലും നമ്മൾ അത് അക്കമഡേറ്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന എന്ത് ചെലവാണെങ്കിലും അത് കോളേജ് നേരിടുകയും ചെയ്യും. അത് വളരെ സാർത്ഥകമായി ഉപയോഗിക്കാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കണം. ഈ ക്ലാസ്സുകൾ ഒന്നും തന്നെ എന്ത് വില കൊടുത്തും നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ പ്രൊഫഷണൽ ഈ കരിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓറിയന്റേഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നെറ്റിന്റെയും UGCയുടെയും ഒക്കെ പരീക്ഷകളുടെ ഓറിയന്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഓറിയന്റേഷൻ കഴിഞ്ഞ് 3-ാമത്തെ ക്ലാസ്സിൽ അവർ മുന്നോട്ട് വെക്കുന്നത് 35,000 ഉറുപ്പിക ഫീസാണ്. 35,000 ഉറുപ്പികയിൽ 80% മുൻകൂട്ടി അവർക്ക് അടയ്ക്കണം എന്നാണ്. അവർ സ്റ്റഡി മെറ്റീരിയൽ കൊടുക്കും, ക്ലാസ് കൊടുക്കും എന്നാണ് അവരുടെ അറിയിപ്പ് വരുന്നത്. ഈ കഴിഞ്ഞ PSC പരീക്ഷയ്ക്ക് ഇതേപോലെ തന്നെ ക്ലാസ്സുകൾ ഓൺലൈൻ നടത്തിയ ആൾക്കാർ ചെയ്ത തോന്നിവാസങ്ങളെ കുറിച്ച് ധാരാളം FB പോസ്റ്റുകളൊക്കെ നമ്മൾ വായിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ കേരളത്തിലെ കഴിവുറ്റ മുഴുവൻ ഫാക്കൽറ്റികളെയും കൊണ്ടുവന്ന് നമ്മൾ ഈ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. നിങ്ങൾ അതിനോട് വളരെ സാർത്ഥകമായിട്ട് പ്രതികരിക്കണം.
35,000 40,000 ഫീസ് നമ്മൾ ഈടാക്കുക എന്നത് ചിന്തിക്കുന്നു പോലുമില്ല. ഫീസോ പണമോ അല്ല നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ആവശ്യം. നമ്മുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ആവശ്യം എങ്ങനെ ഈ അവസ്ഥയെ, ഈ പാൻഡമിക്കായ ഈ അവസ്ഥയെ, ഇത്തരം പരീക്ഷകൾ നേരിടുന്നതിന് വേണ്ടത്ര പിൻബലമില്ലാത്ത കുട്ടികളെ എങ്ങനെ സഹായിക്കാമെന്ന അവസ്ഥയെ അതിനെ നേരിടുക എന്നതാണ്. ഞങ്ങൾ അതിന് തയ്യാറാണ്. നിങ്ങൾ അത് ഏറ്റുവാങ്ങാൻ, നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങാനും അത് പ്രാവർത്തികമാക്കാനും ഒരുപക്ഷെ നാളത്തെ ലിസ്റ്റിൽ അടുത്ത UGC നെറ്റ് പരീക്ഷ വരുമ്പോ 30, 40, 50 ഇത്തവണ 8 JRF ആണ് വന്നത്. 30, 40, 50 JRF വരാൻ, നിങ്ങൾക്കിടയിൽ നിന്ന് വരാൻ അത് കാരണമാവട്ടെ, സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കണമെന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. റീന ഞങ്ങൾക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട കുട്ടിയാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ വളരെ നിറഞ്ഞ മനസ്സോടെ റീന അതിന് തയ്യാറാവുകയും, നമ്മൾ പറയില്ലേ ഗുരുത്വമുള്ള കൈ എന്ന് പറയില്ലേ, അങ്ങനെ പറയാറുണ്ടല്ലോ, നല്ല ഗുരുത്വമുള്ള കൈയാണെന്ന് പറയാറില്ലേ, അതേപോലെ അജി പറയുമ്പോൾ ഞാൻ അതാണ് ഓർത്തിരുന്നത്. ഞങ്ങളുടെ ആദ്യത്തെ ബാച്ചിൽ നിന്ന് 2 JRF ആണ്. അതിന്റെ ആദ്യത്തെ ക്ലാസ് തുടങ്ങി വെച്ചു റീനയാണ്. ഇന്നും റീന അത് തുടങ്ങി വെക്കുന്നു എന്നുള്ളത് ഒരു നല്ല നിമിത്തമായി തന്നെ ഞാൻ കാണുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി TMG കോളേജിന്റെ ഈ ഗൃഹസമാനമായ മുറ്റത്തേക്ക് നിറഞ്ഞ മനസ്സോടെ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ചരിത്ര ദൗത്യം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നന്ദി ബിജു മാഷ്. നമ്മുടെ ഈ പ്രോഗ്രാമിന് നമുക്ക് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇതിന്റെ ഒരു കൊളാബറേറ്റീവ് പ്രോഗ്രാം ആക്കിയത് നമ്മുടെ കോളേജിന്റെ IQAC വിഭാഗമാണ്. IQAC നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ. കോളേജുമായി ബന്ധപ്പെട്ട അതിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തേണ്ടത് IQAC ആണ്. നമ്മുടെ IQACക്ക് വളരെ ഊർജ്ജസ്വലയായ ഒരു നേതൃത്വം ഇപ്പോഴുണ്ട്. അത് മാത്സ് വിഭാഗത്തിലെ ഷിക്കി ടീച്ചറാണ്. നമ്മൾ ഈ ആശയം പറഞ്ഞപ്പോൾ എല്ലാവിധ സപ്പോർട്ടും നമ്മൾക്ക് തരികയും ഇതിന്റെ ക്ലാസ്സുകൾ എടുക്കാനും മറ്റ് അധ്യാപകരെ പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ ഇതിന്റെ സിലബസുകൾ തീരുമാനിക്കാനും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞത് ഷിക്കി ടീച്ചറാണ്. അപ്പോൾ ഷിക്കി ടീച്ചറെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഒരു ആശംസ പറയാൻ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സർ? കേൾക്കാം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വിജു സർ, മലയാള വിഭാഗം മേധാവി ഡോക്ടർ അജിത് സർ, എൻ്റെ പ്രിയപ്പെട്ട റീന ടീച്ചർ, മലയാള വിഭാഗത്തിലെ മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ കോളേജ് TMG കോളേജ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് അക്കാദമികമല്ലാത്തതുമായ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാറുള്ള വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു കോളേജാണ്. പക്ഷെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പം സ്വാഭാവികമായും അത്തരം പ്രോഗ്രാംസുകളൊക്കെ കോളേജിൽ കുറഞ്ഞു. ആ ഒരു സന്ദർഭത്തിലാണ് മലയാള വിഭാഗം മുൻകൈ എടുത്തുകൊണ്ട് ഇതുപോലെ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലൊരു പരിപാടി, അതും കോളേജിന്റെ ഉള്ളിൽ നിൽക്കാതെ കോളേജിന്റെ മതിൽക്കെട്ടിന് പുറത്തേക്ക് ഒരുപാട് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതുപോലൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ശരിക്കും മനസ്സിലോട്ട് വളരെയധികം അതിനോട് കൂടിച്ചേരാൻ തോന്നി. അതുകൊണ്ടാണ് അജിത് സാർ ഇങ്ങനെ ഒരു പരിപാടി പറഞ്ഞപ്പോൾ തന്നെ എന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുന്ന ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സോ ഈ ഒരു പരിപാടിക്ക് കോളേജിലെ IQAC കോർഡിനേറ്റർ എന്ന നിലയിലും ഗണിതശാസ്ത്ര വിഭാഗത്തിലെ ഒരു അധ്യാപിക എന്ന നിലയിലും എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുമെന്ന് ആദ്യമേ ഞാൻ അറിയിക്കുന്നു. കൂടാതെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ സന്നദ്ധമായ മലയാളം ഡിപ്പാർട്ട്മെന്റിനും പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. നന്ദി ഷിക്കി ടീച്ചർ. നമുക്ക് ഈ പ്രോഗ്രാമിന് സാങ്കേതിക സഹായം ഇന്ന് പെട്ടെന്നുണ്ടായ ഈ ഒരു ആവശ്യമായിരുന്നു. പെട്ടെന്ന് സൂമിന്റെ 500 പേരെങ്കിലും ചേരാവുന്ന ഒരു മീറ്റിംഗ് നടത്തണമെന്നുള്ളത്. അപ്പൊ എന്റെ പ്രിയ സുഹൃത്തായ മജീദ്, ICT കമ്പ്യൂട്ടേഴ്സ് സെന്റർ നടത്തുന്ന മജീദാണ് ഈ കാര്യം അറിഞ്ഞ് ഉടനടി തന്നെ അദ്ദേഹം സഹായിച്ചത്. ഞാൻ മജീദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുന്നു. മജീദിനെ ഞങ്ങളുടെ എല്ലാവരുടെയും വേണ്ടിയുള്ള നന്ദിയും അറിയിക്കുന്നു. ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് സാധ്യമാകുമായിരുന്നില്ല, അത് പറയുന്നു. പിന്നെ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. റീന ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോ റീനയ്ക്ക് കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കുന്നുണ്ട് സർ.
കേൾക്കുന്നുണ്ട്. അപ്പൊ റീനയോട് ഞാൻ ആദ്യമേ തന്നെ ഒരു ക്ഷമ ചോദിക്കുന്നു. കാരണം റീനയോട് ഞാൻ പറഞ്ഞു 10-20 പേരുള്ള കുട്ടികൾക്ക് കുറച്ച് കണക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്ന് റീന ഇപ്പൊ അല്പം മുമ്പ് 500 പേർക്ക് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് റീന ഒന്ന് ഭയപ്പെട്ടിട്ടുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്നാലും പിന്നെ നേരത്തെ ഇത്രയും വലിയൊരു ആൾക്കാർ വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആരോ അൺമ്യൂട്ട് ചെയ്യാൻ പറയും. മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറയും. ആരോ ഒരാളുടെ മൈക്ക് അൺമ്യൂട്ട് ആണ്. എല്ലാവരും, അതായത് സംസാരിക്കാത്ത എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ. അപ്പോ റീന നമ്മുടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപികയാണ്, മടപ്പള്ളി ഗവൺമെന്റ് കോളേജ്. അപ്പോ റീനയെ നിങ്ങൾ എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ക്ലാസ് ബുദ്ധിമുട്ടായിരിക്കും. റീന തുടങ്ങുന്ന സമയത്ത് ഓപ്പൺ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാം. റീനയെ ഹോസ്റ്റ് ആക്കാം, പിന്നെ അൺമ്യൂട്ട് ചെയ്യാം. ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ ഇത് കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യേണ്ടതോ? ഹലോ, വിജുമാഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. വിജുമാഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളിനി നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് റീനയ്ക്ക് കൈമാറുകയാണ്. ക്ലാസ്സിലേക്ക് റീന ടീച്ചർക്ക് സ്വാഗതം. താങ്ക് യു. എന്റെ കയ്യിൽ സൂം ആപ്പ് ഇല്ലായിരുന്നു, അപ്പൊ അതുകൊണ്ടൊരു ഹറിബറി ആയിരുന്നു ലാസ്റ്റ് മൊമെന്റിൽ. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട് എനിക്ക്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തന്നിരുന്നു, അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോ കുറെ പേര് അത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ അതൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. മെയിനായിട്ട് ഞാൻ പ്രോബ്ലം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ എല്ലാവരും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാം. അപ്പോ എനിക്കങ്ങനെ കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറയാണ്. ഞാൻ നെറ്റിന് പഠിച്ച ഒരു 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയ ഭാഗങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് 100% അതിനെ നെഗ്ലക്ട് ചെയ്യുക ചെയ്തത്. ഞാൻ തീരെ ഒന്നും ആ ഭാഗം നോക്കിയിട്ടേ ഇല്ല. പക്ഷെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഭാഗങ്ങളൊക്കെ ഞാൻ 100% ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് തീരെ പഠിക്കാൻ പറ്റാത്ത ഭാഗങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിവാക്കാം. പക്ഷെ നമുക്ക് പറ്റുന്ന തോന്നിയ കാര്യങ്ങളെല്ലാം നമുക്കത് നന്നായിട്ട്, അതായത് സംശയങ്ങളൊന്നും ഇല്ലാതെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ 101% കറക്റ്റ് ആണ് എന്ന് തോന്നിയ ആൻസേഴ്സ് മാത്രം ആൻസർ ചെയ്യാൻ നോക്കുക നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഒരു 98% നിങ്ങൾക്ക് ഇത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ പോകരുത്. 100% നിങ്ങൾക്ക് ഷുവർ ആയിരിക്കുന്നത് കറക്റ്റ് ആണ് എന്നുള്ളത്, നെഗറ്റീവ് മാർക്ക് കൂടി വരുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ എല്ലാം പഠിക്കാൻ പോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്മാർട്ടായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ഭാഗങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ യൂണിറ്റ് 5 ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ യൂണിറ്റ് 5-ൽ തന്നെ ഞാൻ ചെറിയ ടോപ്പിക് ആദ്യം എടുക്കാന്ന് വിചാരിച്ചു, ഡിസ്റ്റൻസ് ആൻഡ് ടൈം. നമുക്ക് നേരെ ക്ലാസ് പോകാം. ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല എനിക്ക്. അപ്പോ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഡിസ്റ്റൻസ് എന്താണ്, പിന്നെ അതുപോലെ ഡിസ്റ്റൻസ് ആൻഡ് ടൈമിൽ വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫോർമുല സ്പീഡ് എന്താണെന്നുള്ളതാണ്. ഡിസ്റ്റൻസും ടൈമും നമുക്ക് അറിയാമെങ്കിൽ ഈ സ്പീഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വരുന്നത്. അതായത് ഏതെങ്കിലും ആയിട്ട് ഒരു മൂവിങ് ഒബ്ജക്റ്റ്, ഇപ്പോൾ വെഹിക്കിൾ ആവും, സാധാരണ രീതിയിൽ വെഹിക്കിളിന്റെ കേസസ് ആണ് പേപ്പറിലൊക്കെ കാണാറുള്ളത്. ഒരു വെഹിക്കിള്, കാർ ഓർ ബസ്, എനിത്തിങ്, ട്രെയിൻ,
ഇത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതിന്റെ സ്പീഡ് ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ടൈം അതെടുത്ത് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. അപ്പൊ ഇതിൽ ബേസിക് ആയിട്ട് എനിക്ക് അറിയേണ്ട ഫോർമുല സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് പറയുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു വെഹിക്കിൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ രണ്ട് പോയിന്റുകൾക്ക് ഇടയിലുള്ള സ്പേസിനാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പിന്നെ ടൈം ഒന്ന് നമുക്ക് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയാം ടൈം എന്താണെന്ന് അറിയാം, അതുകൊണ്ട് അത് ഞാൻ ഡിഫൈൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് ഫോർമുല വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം. ഇതിൽ വരുന്ന ഞാൻ ഒരു 10-20ഓളം ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സെർച്ച് ചെയ്തിരുന്നു. അപ്പൊ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ തീരെ ഈ ഒരു ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് കണ്ടില്ല, റയറായിട്ട് കണ്ടില്ല. അതായത് ഒരു 20 ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല കേട്ടോ. ബാക്കി ഒരു 15 ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് ഒരു പ്രോബ്ലം ആണ് ചോദിക്കാറുള്ളത്. ഈ ഡിസ്റ്റൻസ് ആൻഡ് ടൈമിൽ ഒരു പ്രോബ്ലം ആണ് ചോദിക്കാറുള്ളത്. ചോദിക്കുന്ന പ്രോബ്ലം സ്പീഡ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസോ ടൈമോ കണ്ടുപിടിക്കാനോ, അല്ലെങ്കിൽ ട്രെയിനിന്റെ കേസ്, ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്, ആ ഒരു പ്രോബ്ലം. അല്ലെങ്കിൽ വളരെ എളുപ്പമുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് അധിക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു പേഴ്സൺ ലെഫ്റ്റിലേക്ക് ഇത്ര മൂവ് ചെയ്തു, പിന്നെ റൈറ്റിലേക്ക് മൂവ് ചെയ്തു, പിന്നെ ലെഫ്റ്റിലേക്ക്, പിന്നെ സൗത്തിലേക്ക്, നോർത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് ഒരു പോയിന്റിൽ എത്തും. ഇപ്പൊ ലാസ്റ്റ് പോയിന്റ് ഫസ്റ്റ് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. അത് വളരെ എളുപ്പം ആർക്കും ഒരു അങ്ങനെ വരച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ആ പ്രോബ്ലം ആണ് അധികവും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്, ആ ടൈപ്പ് പ്രോബ്ലം. ഓക്കെ, അപ്പോ ഇതിപ്പോ പ്രോബ്ലം ഒക്കെ ഒന്ന് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെയാണ് വരിക. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ, അല്ലെ? ഞാനൊരു 9 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-15ഓളം ക്വസ്റ്റ്യൻ പേപ്പർ, 10-20ഓളം ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്തിട്ട്. അത് 10-15 വർഷത്തെ അല്ല, ഒരു വർഷം, എനിക്ക് തോന്നുന്നു ഒരു വർഷം 3-4 ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോ ഒരു 10-15ഓളം ക്വസ്റ്റ്യൻ പേപ്പർ പിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പേപ്പറും പെന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ? അപ്പോ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അതും കയ്യിൽ വെച്ചോളൂ. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും കയ്യിൽ വെച്ചോളൂ. ഞാൻ അതിന്റെ ആൻസേഴ്സ് ആണ് ഒരു PDF ആക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അത് പ്രസന്റ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. ഇതില് ഓൺലി ദ ഹോസ്റ്റ് ക്യാൻ ഷെയർ ദ സ്ക്രീൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നെ ഹോസ്റ്റ് ആക്കണം തോന്നുന്നു അജിത് സർ. മജീദ് കേൾക്കുന്നുണ്ടോ? മജീദ് ഒന്ന് ഹോസ്റ്റ് ആക്കുവോ റീനനെ? ഇപ്പൊ ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനതൊന്ന് ഷെയർ ചെയ്തോട്ടെ. ഒരു മിനിറ്റ്.
റീന ഒരു മിനിറ്റ്, ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇല്ല, ഓക്കെ ഓക്കെ. സ്ക്രീൻ ഷെയർ ചെയ്യാൻ നോക്കുകയാണ്, അതുകൊണ്ട് അതിന്റെ താമസമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സാർ ഒന്ന് പറയാം. ഹലോ ഹലോ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കാണാം. ഞാൻ പ്രോബ്ലം പറയാം, അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. ആ ഒരു മോഡിൽ പോവാം, ഇന്ററാക്റ്റീവ് മോഡിൽ പോവാം. ഞാൻ മാത്രം പറയുന്ന രീതിയിലല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നില്ലേ സൂമില്. എന്നാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ നോക്കാം. പ്രോബ്ലം പറയാം. റീന, ശബ്ദം കുറച്ചുകൂടെ മൈക്ക് അടുപ്പിച്ച് പറയുമോ? ഓക്കെ. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. മൈക്ക് ഒന്ന് അടുപ്പിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ, ശരി. ഓക്കെ. ഇത് ബാക്കിയുള്ളവർക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ അല്ലെ? പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഇടയിൽ വരികയാണെങ്കിൽ നമുക്കൊന്ന് ഡിസ്കഷൻ മോഡിൽ പോവാം. ഈ ക്ലാസ് ഞാൻ മാത്രം സംസാരിക്കുന്ന രീതിയിൽ പോണ്ട. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇത് ഏത് ഇയർ ആണെന്നൊന്നും ഞാൻ എഴുതിയിട്ടില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. One day, Prakash left home and walked 10 kilometers towards south, turned right and walked 5 kilometers, turned right and walked 10 kilometers, and turned left and walked 10 kilometers. How many kilometers will he have to walk to reach his home straight? ഈ ടൈപ്പ് പ്രോബ്ലംസ് ആണ് കേട്ടോ അധികം കാണാറുള്ളത്. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാശ് ലെഫ്റ്റ് ഹോം ആൻഡ് വാക്ക് 10 കിലോമീറ്റേഴ്സ് ടുവേർഡ്സ് സൗത്ത്. അപ്പൊ ഞാനിവിടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒക്കെ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടെ സൗത്തിലേക്ക് 10 കിലോമീറ്റർ. അപ്പൊ നമ്മൾ എത്ര വരച്ചിരിക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈൻ 10 ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഏതാണ്ട് ഒരു കണക്കില് 10 സെന്റിമീറ്റർ അങ്ങനെ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് വരയ്ക്കണം എന്നല്ല, ഒരു ലൈൻ വരയ്ക്കുന്നത് 10 ആണെന്ന് വിചാരിക്കുക. പിന്നെ ബാക്കി വരയ്ക്കുന്നതെല്ലാം അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സൗത്തിലേക്ക് 10 കിലോമീറ്റർ വാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ 10 കിലോമീറ്റർ ഞാനൊരു ലൈൻ വരച്ചു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ടേൺ റൈറ്റ് ആൻഡ് വാക്ക്ഡ് 5 കിലോമീറ്റർ. അപ്പൊ ടേൺ റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കണം ലൈൻ വരയ്ക്കേണ്ടത്. ഫസ്റ്റ് ലൈനിൽ 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. അപ്പൊ ഇവിടെ 5 കിലോമീറ്റർ ആണ് പറയുന്നത്. അപ്പൊ 10ന്റെ ഒരു ഹാഫ് ലെങ്ത് ആണ് വരുന്നത്. അപ്പോൾ എത്രയാണോ നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ലൈന് അതിന്റെ ഏകദേശം ഒരു പകുതി വെച്ചിട്ട് അടുത്ത ലൈൻ വരയ്ക്കുക. അപ്പൊ റൈറ്റിലേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റൈറ്റിലേക്ക് ഒരു 90 ഡിഗ്രി എന്നുള്ള രീതിയിൽ ഒരു 5 കിലോമീറ്റർ എന്നൊന്ന് വരയ്ക്കുക. പെട്ടെന്ന് വരച്ചു തരും കേട്ടോ. അത് നമുക്ക് ഫസ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ഒരു 5 കിലോമീറ്റർ. പിന്നെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടേൺ റൈറ്റ്, വീണ്ടും റൈറ്റിലേക്ക് 10 കിലോമീറ്റർ. അപ്പൊ റൈറ്റിലേക്ക് വീണ്ടും പോകുമ്പോൾ നേരത്തെ വരച്ചിരിക്കുന്ന 10 കിലോമീറ്റർ ലൈൻ ലെങ്ത് എത്രയാണ്? ഏതാണ്ട് അതേ ലെങ്ത് തന്നെ 90 ഡിഗ്രിയിൽ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്കൊക്കെ പറയുമ്പോൾ 90 ഡിഗ്രിയിലാണ് ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ. ഓക്കെ. അപ്പൊ റൈറ്റിലേക്ക് 10 കിലോമീറ്റർ, അത് മറ്റേ 10 കിലോമീറ്ററിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരും. പിന്നെ പറഞ്ഞിരിക്കുന്നത്
ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 10 കിലോമീറ്റർ. വീണ്ടും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 10 കിലോമീറ്റർ വാക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കാട്ടോ, പേജ് സൂം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കാണുന്ന സ്ക്രീന് സൂം ചെയ്താൽ മതി, നിങ്ങൾക്ക് കുറച്ചുകൂടി വലുതായിട്ട് ആ പിക്ചർ കാണാൻ പറ്റും. അപ്പോ ഇവിടെ 10 കിലോമീറ്റർ വീട് ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി കിലോമീറ്റർ വിൽ ഹി ഹാവ് ടു വാക്ക് റീച്ച് ഹോം. അപ്പൊ ഹോം എന്നാണ് പുറപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ഒരു ലൈനാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ 5 കിലോമീറ്റർ ആണ് വരുന്നത്. അതായത് ഹോമിന്ന് ഞാൻ ഇവിടെ ഓക്കെ ഒരു 5 കിലോമീറ്റർ എനിക്ക് ഇതിൽ വരയ്ക്കാൻ ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഒരു 5 കിലോമീറ്റർ പ്ലസ് 10 കിലോമീറ്റർ വരും. അപ്പൊ ടോട്ടൽ 15 കിലോമീറ്റേഴ്സ് ആണ് ഫ്രം ഹോം ഇപ്പൊ പ്രകാശ് എത്തിയിരിക്കുന്ന പൊസിഷൻ 15 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിക്ചർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ഇപ്പൊ ആ ഒരു ടൈപ്പില് വാല്യൂസ് ആവും തരുന്നത്. ഇപ്പൊ 10, 15 അതായത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാല്യൂസ് ആവും തരുന്നുണ്ട്. അപ്പൊ ഇവിടെ 10 പറയുമ്പോൾ 5 വരയ്ക്കുമ്പോൾ ഏകദേശം അതിന്റെ ഹാഫ് ആണ് വരിക അല്ലെ. അപ്പൊ ആ രീതിക്ക് അങ്ങ് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ പിക്ചറിന് വേഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ വരുന്നത് 10 + 5 കിലോമീറ്റർ ടോട്ടൽ 15 കിലോമീറ്റേഴ്സ് ആണ് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയോ? നമുക്ക് മനസ്സിലാവുന്നു. ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. റീന, ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, ഇത് ചിത്രം വരച്ച് നോക്കാതെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? Turn right and travel 8 kilometers to reach his office. The straight distance of the office from his house is. ദിവസം ഓഫീസിൽ പോകുന്ന ആളാണ് വഴി തെറ്റിന്നാണ് പറയുന്നത്. അപ്പൊ ഇതിലും ഇതുപോലെ തന്നെ ചിത്രം വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുമ്പോൾ? അതോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ടോ? സമയം വേണോ? എന്തോ മെസ്സേജ് വന്നല്ലോ, ഞാൻ ശ്രദ്ധിച്ചു. ക്വസ്റ്റ്യൻസ് ഇല്ല മിസ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസിന്റെ ടൈമും കൂടി ഞാൻ തരേണ്ടി വരും. അത് വേണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് തരാം. അങ്ങനെ മതിയോ? ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഇപ്പം റീന അവിടെ ഇത് എഴുതിയിടുവോ? ആ ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടാൻ പറ്റുമോ? അല്ലാതെ ഇപ്പൊ എങ്ങനെയാ അത് കൊടുക്കുക? ചാറ്റ് ബോക്സിൽ ഞാൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കയ്യിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആരെങ്കിലും ഒരാൾ എഴുതിയിട്ടാ മതി. നേരത്തെ ക്വസ്റ്റ്യൻസ് പിന്നെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇപ്പൊ ഇനിയിപ്പോ അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞല്ലോ. ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുവാണെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് PDF എടുക്കാൻ സാധിക്കും ഫോണില്. ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലുണ്ട്. പിന്നീട് ജോയിൻ ചെയ്തവർക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല സർ. ഓക്കെ. ഞാനിപ്പോ രണ്ട് ഗ്രൂപ്പിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇടാം. ഞാനിപ്പോ ക്വസ്റ്റ്യൻസ് ഇടാം. നോക്കി മിനിമൈസ് ചെയ്തിട്ട് അത് വായിച്ചോളൂ, ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഓക്കെ. ഇപ്പൊ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് വായിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളതൊന്ന് നന്നായിട്ട് വായിക്കണേ. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാല്ലേ ഇനി? പറയൂ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. അനിൽ
traveling 6 kilometers towards east from his house, realized that he has traveled in a wrong direction. So 6 kilometers ഈസ്റ്റിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ വരച്ചിടുക, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അത് വരച്ചിടുക. അപ്പൊ ഈസ്റ്റിലേക്ക് 6 കിലോമീറ്റർ, ഇതാണ് ഇവിടെ പിക്ചർ കാണിച്ചത്. ഹോമിൽ നിന്ന് 6 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തു. 6 കിലോമീറ്റർ ഈസ്റ്റ്. ഓക്കെ. പിന്നെ then realized that പിന്നെ he turned and traveled 12 kilometers towards west. അപ്പൊ നേരെ ഓപ്പോസിറ്റ്, ഈസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് 12 kilometers. ഓൾറെഡി 6 kilometer കവർ ചെയ്യണം. അതിനുശേഷം വീണ്ടും ഒരു 6 kilometers കൂടി പോകണം. അതാണ് ടോട്ടൽ 12 kilometers. ഞാൻ ഇവിടെ പിക്ചറിൽ വായിച്ചത് ടോട്ടൽ 12 kilometer ആണ്. ഇപ്പൊ എത്തിയ പോയിന്റ് നിന്ന് 12 kilometer ബാക്കോട്ട് വെസ്റ്റിലേക്കാണ് മൂവ് ചെയ്തത്. അപ്പൊ ഹോമിൽ നിന്ന് 6 kilometers കേട്ടോ. പിന്നെ അതിനുശേഷം ചെയ്തത് turned right and traveled 8 kilometers to reach. വീണ്ടും റൈറ്റിലേക്ക് ടേൺ ചെയ്ത് 8 kilometers പോയി. ചെറുതായിട്ടാണ് 8 വരച്ചത്, അങ്ങനെ വരയ്ക്കരുത്. റീന മൈക്ക് ഒന്ന് അടുപ്പിച്ച് പറയൂ, കേൾക്കുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ അത് വീണ്ടും ഞാൻ പോയി. അപ്പൊ ഇവിടെ ഞാൻ വരച്ചിരിക്കുന്നതിൽ ഞാൻ പറഞ്ഞതുപോലെയല്ല, 6നേക്കാൾ കുറച്ചുകൂടി വലുതായിട്ടാണ് 8 വരയ്ക്കേണ്ടത്. ആ ഒരു പ്രൊപ്പോർഷനാണ്. നമുക്ക് ഒരു വാല്യൂസ് കണ്ടിട്ട് അതിനനുസരിച്ചായിരിക്കണം ഡിസ്റ്റൻസ് വരയ്ക്കേണ്ടത്. അപ്പൊ 6 ഒരു റൈറ്റിലേക്ക് 8 kilometers പോയിട്ടുണ്ട്, ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും എത്തിയപ്പോ ഈ പോയിന്റിൽ ആളുടെ ഓഫീസ് എത്തി എന്നാ പറഞ്ഞു. അപ്പൊ ഓൾറെഡി ഹോം ഇവിടെയാണ്. ഓഫീസിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് എത്ര ഡിസ്റ്റൻസ് ആണ്? അപ്പൊ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവിടെ രണ്ട് ഡിസ്റ്റൻസ് നമുക്കറിയാം. ഹോമിൽ നിന്ന് റൈറ്റിലേക്ക് തിരിയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ഡിസ്റ്റൻസ് അത് 6 kilometers വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഒരു 8 kilometers റൈറ്റ് ആയിട്ടാണ് ആള് മൂവ് ചെയ്തത്. അപ്പൊ രണ്ട് വശങ്ങളുടെ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വശം, ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ അല്ലെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ മൂന്നാമത്തെ വശത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിന്റെയും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ കിട്ടും. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് വലിയ ഡിസ്റ്റൻസ് ആണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് രണ്ടിന്റെയും സ്ക്വയർ എടുക്കുക, അതിന്റെ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ 6 square + 8 square വരും. 6 square 36 വരും, പ്ലസ് 8 square 64 വരും. രണ്ടും കൂടി ആഡ് ചെയ്ത് 100 കിട്ടും. അത് h² ആണ്. h കണ്ടുപിടിക്കാനായിട്ട് അതിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ 100ന്റെ റൂട്ട് 10 kilometer. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്ത രീതിയിലുള്ള. ഇപ്പൊ പെട്ടെന്ന് തന്നെ 100ന്റെ സ്ക്വയർ റൂട്ട് നമുക്ക് അറിയാം 10 ആണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണെങ്കിൽ ഒരു 25 ഒരു വരെയെങ്കിലും സ്ക്വയർ ഒന്ന് കാണാതെ പഠിക്കണം. 25 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ ഒന്ന് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇവിടെ 10 kilometers ആണ് വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ. ആൻസർ വരുന്നത് 10 kilometer ആണ്. ഓക്കെ. അപ്പോ ഈ നമുക്ക് ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം അല്ലെ? ഓക്കെ. അടുത്ത പ്രോബ്ലം മനസ്സിലായോന്ന് ചോദിക്കൂ കുട്ടികൾക്ക്. ഓക്കെ. മനസ്സിലായോ എന്ന് പറയൂ. ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ടിട്ട് പറയോ മനസ്സിലായോ എന്നുള്ളത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആണോ? അയ്യോ, ഇതിലൊന്നും ഒന്നുമില്ലല്ലോ. മട്ടത്രികോണത്തിന്റെ 2 വശങ്ങൾ തന്നിട്ടുണ്ട്, മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാനേ ഉള്ളൂ. മനസ്സിലായി എന്ന് പറയുന്നുണ്ട്, എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. അത് ഞങ്ങളെ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്ക് ഈ പറഞ്ഞ സംഗതികളെല്ലാം നമ്മൾ മട്ടത്രികോണം, കർണം, ലംബം അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അതെ. ഓക്കെ. അങ്ങനെ പറയാം. അത് അതും കൂടെ ഇതിന്റെ കൂടെ അതും കൂടെ പറയാം. ഓക്കെ. ഇനി ഇത് മനസ്സിലായി മലയാളം കൂടെ പറഞ്ഞാൽ നന്നെന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്ത പ്രോബ്ലം ചെയ്യാം. അപ്പൊ പറയാം. ഇതിപ്പോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇത് മതി. ഓക്കെ. അപ്പോ അടുത്തത് എന്തായിരുന്നു? മൂന്നാമത്തെ. A man traveled from the village to the railway station at the rate of 20 km/h and walked back at a rate of 5 km/h.
If the whole journey took 5 hours, find the distance of the railway station from the village. ആളുടെ വില്ലേജിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രാവൽ ചെയ്തു എന്നാണ് പറയുന്നത്. ട്രാവൽ ചെയ്യുന്ന എന്താണ് വേഗത, സ്പീഡ് എന്ന് പറയുന്നത് 20 km/h. ഒരു മണിക്കൂറിൽ 20 കിലോമീറ്റർ കവർ ചെയ്യുന്ന പോലെയാണ് അയാൾ മൂവ് ചെയ്തത് എവിടെ വില്ലേജിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് വില്ലേജിലേക്ക് വന്നത് കുറച്ചുകൂടി സ്ലോ ആയിട്ടായിരുന്നു. 5 km/h. ഒരു മണിക്കൂറിൽ 5 കിലോമീറ്റർ മാത്രം മൂവ് ചെയ്തു. അത്രയായിരുന്നു അയാളുടെ സ്പീഡ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ രണ്ട് വെലോസിറ്റി, അങ്ങോട്ട് പോകാനുള്ള വെലോസിറ്റിയും ഇങ്ങോട്ട് വരാനുള്ള വെലോസിറ്റിയും സ്പീഡും പറഞ്ഞിട്ടുണ്ട്. ഇഫ് ദ ഹോൾ ജേർണി ടുക്ക് 5 hours, ഇപ്പൊ മൊത്തം അങ്ങോട്ടും അവിടെ നിന്ന് തിരിച്ച് വില്ലേജിലേക്കും എത്താനായിട്ട് ആൾ മൊത്തമായിട്ട് എടുത്തിരിക്കുന്ന ടൈം 5 മണിക്കൂറാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ റെയിൽവേ സ്റ്റേഷൻ ഫ്രം ദ വില്ലേജ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആള് ഒരു സൈഡിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടെന്നാ ചോദിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ വില്ലേജിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സ്പീഡും ഇങ്ങോട്ടേക്ക് വരാനുള്ള സ്പീഡുമാണ്, പിന്നെ ടോട്ടൽ എടുത്ത ടൈമുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ക്രീന് നോക്കിയാൽ ഇതായൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. അങ്ങോട്ട് 20 കിലോമീറ്റർ, വില്ലേജ് ടു റെയിൽവേ സ്റ്റേഷൻ 20 km/h. തിരിച്ചാണെങ്കിൽ 5 km/h. ടോട്ടൽ എടുക്കുന്ന സമയം 5 മണിക്കൂറാണ്. അപ്പൊ ഞാൻ അതിന് രണ്ട് സ്പീഡിനെയും V1 V2 കൊടുത്തു. ഞാൻ വെലോസിറ്റി ആണ് സ്പീഡ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ V1 V2 എടുത്തത്. അപ്പോൾ സ്പീഡ് 1, അങ്ങോട്ട് പോകുന്ന സ്പീഡിന് സ്പീഡ് 1 എന്നും അതിന് 20 km/h, രണ്ടാമത്തെ 5 km/h എടുത്തു. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതായത് വെലോസിറ്റിയുടെ റേഷ്യോ എന്ന് പറയുന്നത് V1/V2 എന്ന് പറയുന്നത് എടുത്ത ടൈമിന് അതിന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ T2/T1. അതായത് സ്പീഡ് സമം ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലോ അല്ലെ, ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ നമ്മുടെ സ്പീഡും സമയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയും. അതായത് അതിന്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല. വെലോസിറ്റി കൂടുമ്പോൾ ടൈം കുറവ് മതി, ടൈം കൂടുതൽ എടുക്കുമ്പോൾ വെലോസിറ്റി കുറവ്. അതാണ് അതിന്റെ ഒരു അർത്ഥം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും, മറ്റേ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ റേഷ്യോ അറിയുകയാണെങ്കിൽ V1/V2 നമുക്ക് അറിയുകയാണെങ്കിൽ T1/T2ന്റെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ളതാണ് T2/T1 വരിക. V1/V2ന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് T2/T1 ആണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റി V1/V2 എന്ന് പറയുന്നത് 20/5 ആണ്. അപ്പോൾ 20/5 = എന്ത് വരും? T2/T1. അപ്പോൾ 20/5 എന്ന് പറയുമ്പോൾ നമുക്ക് 4 ആൻസർ കിട്ടും. അപ്പൊ ഞാനത് റേഷ്യോ ആയതുകൊണ്ട് 4/1 എന്ന് എഴുതി. 4/1 എന്ന് എഴുതിയാലും 4/4 എന്ന് എഴുതിയാലും രണ്ടിനും സെയിം ആണ്. അപ്പൊ ഞാൻ T1ഉം T2ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ 4/1 എന്ന് എഴുതിയത്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു T2/T1 എന്ന്. ഇത് ഞാൻ ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് T2 വരുന്നത് T1 വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോക്കണേ. അപ്പൊ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ എടുത്തിരിക്കുന്ന സമയം 5 തന്നെയാണ്. അതായത് T1ഉം T2ഉം കൂടി ആഡ് ചെയ്തത് T1 + T2, ഫസ്റ്റ് എടുത്ത ടൈമും സെക്കൻഡ് എടുത്ത ടൈമും രണ്ടും കൂടി ആഡ് ചെയ്ത 5 ആണ് വരുന്നത്. 5 hours ആണ് വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ ഇവിടെ കിട്ടും. അതായത് ഈ ഒരു ഇക്വേഷന്, അതായത് ഈ 4/1 = T2/T1 എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷന് നമുക്ക് എന്ത് കിട്ടും? ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4T1 ഈ ഒരു ഇക്വേഷൻ 4T1 = T2 എന്ന് വരും. അപ്പൊ T2 = 4T1 എന്ന് വരും. അത് ഈ ഒരു ഇക്വേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. അപ്പൊ ഞാൻ ഈ T2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 4T1 - T2 = 0 എന്ന് കിട്ടും അല്ലെ. ഈ ഒരു ഇക്വേഷനെ റൈറ്റിലേക്ക് അതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ ഈക്വൽ-ടുന്റെ അപ്പുറത്ത് 0 ആയിട്ട് മാറും. അത് സിമ്പിൾ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. 4T1 - T2 = 0 വരും. പിന്നെ നമുക്ക് ഓൾറെഡി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, രണ്ട് ടൈമിന്റെയും സമ്മ് വരുന്നത്
5 ആണെന്നുള്ളത്. ആ ഇക്വേഷനാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. T1 + T2 = 5. ഈ രണ്ട് ഇക്വേഷനും കിട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഏതെങ്കിലും ഒന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും കൂടി രണ്ട് ഇക്വേഷൻ തമ്മിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ T2ന് ഒന്ന് -T2 ഒന്ന് +T2 ആണ് വരുന്നത് രണ്ട് ഇക്വേഷനിൽ. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 0 ആണ് വരിക. ബാക്കി ഇവിടെ 5T1 = 5 എന്ന് വരും. അപ്പൊ T1 എന്ന് പറയുമ്പോൾ 5/5 എന്ന് വരും. അപ്പോൾ 1 hour എന്ന് വരും. അപ്പൊ T1 1 hour ആണെങ്കിൽ ഒരു സമയം 1 hour എടുക്കുന്നെങ്കിൽ അടുത്ത സമയത്തേക്ക് ടോട്ടൽ 5 ആണ്. അപ്പൊ T2 എന്ന് പറയുന്നത് 4 ആയിരിക്കും. ടോട്ടൽ 5 ആയതുകൊണ്ട് T2 is 4 hour വരും. പിന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ടൈം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ട്. വെലോസിറ്റി നമുക്കറിയാം. അപ്പോൾ അങ്ങോട്ട് പോകാൻ എടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് 20 km/h ആണ്. അതിനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്പീഡ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവിടെ സ്പീഡിന്റെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ വരുന്നത് എത്ര വരുന്നത് 20 kilometers ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു ടൈമും വെലോസിറ്റിയും വെച്ചിട്ട് നമുക്ക് അതും കണ്ടുപിടിക്കാം, ആൻസർ കണ്ടുപിടിക്കാം. അത് 4 × 5 km/h വരുന്നത്. അതും 20 kilometers വരും. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് വില്ലേജിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് 20 kilometers ആണ് വരിക. വേറെ മെത്തേഡ് ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ T1/T2 എന്ന് പറയുമ്പോൾ തന്നെ 4/1 കിട്ടിയ അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് T1 T2 കിട്ടും കേട്ടോ. T1 = 4 and T2 T1 = 1 and T2 = 4 എന്ന് കിട്ടും അവിടെ നിന്ന് തന്നെ. അപ്പോൾ ഇത് റേഷ്യോ ആയതുകൊണ്ടാണ് ഞാൻ T1 ഉം T2 സെപ്പറേറ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? മനസ്സിലായി? ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രോബ്ലം ചെയ്യാം അല്ലേ? ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ഇപ്പൊ നമ്മള് ടൈമിനെ ഇപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എടുക്കാലോ. അപ്പം T1 എന്ന് പറയുന്നത് x/20 ഉം T2 എന്ന് പറയുന്നത് x/5 ആയിട്ട് അപ്പൊ എടുക്കത്തില്ലേ? എടുക്കാം. അത് തമ്മിൽ ആഡ് ചെയ്താല് 5 hours ആണല്ലോ, അപ്പൊ 5 കിട്ടും. കറക്റ്റ് ആണ്. ഏത് മെത്തേഡ് ഏത് വേണേലും ചൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു മെത്തേഡ് ചൂസ് ചെയ്ത് മാത്രമേ ഉള്ളൂ, വേറെ രീതിക്കും ചെയ്യാം. അങ്ങനെയും ചെയ്യാം. ഓക്കെ ഓക്കെ മാം. അല്ല, അങ്ങനെ ചെയ്താൽ എല്ലാ സമയവും ഒരേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. അങ്ങനെ ചെയ്യാലോ. എക്സ് എടുക്കാം. ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല, എക്സ് എടുത്തിട്ട് ചെയ്യാം. വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്തു നോക്കൂ, ആൻസർ കിട്ടുന്നുണ്ട് നോക്കൂ. ഞാനൊരു മെത്തേഡിൽ ചെയ്തു നോക്കൂ, നമുക്ക് ഡിഫറെന്റ് മെത്തേഡിൽ ചെയ്യാം. ആ രീതിക്കൊന്ന് ചെയ്തു. നമ്മുടെ മലയാളം കുട്ടിയാണ് കേട്ടോ ചോദിച്ചത്. റീന നമ്മുടെ മലയാളം കുട്ടിയാണ് ഈ മാത്സ് പറഞ്ഞത് എന്ന് കേട്ട് പേടിക്കണ്ട, അവള് മാത്സ് ആണ് ഡിഗ്രി. ശരി. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മാത്സിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ശരി ടീച്ചർ ഉണ്ടെങ്കിൽ അറിയാതെ എങ്ങനെ ഏത് രീതിക്കും ചെയ്യാം. അത് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മെത്തേഡിലാവും ചെയ്തിട്ടുണ്ടാവുക. ആ രീതിക്ക് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യാം. നമുക്ക് വീണ്ടും നാലാമത്തെ അവിടെ വെച്ചിട്ട് അഞ്ചാമത്തെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ലാസ്റ്റ് ചെയ്യാം നാലാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ പേഴ്സൺ വാക്ക് 10 meter in front and 10 meter to the right. Then every time turning to his left, he walks 5, 15 and 15 meter respectively. How far he is now from his starting point? ഇതും ഇതുപോലെ വരച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഇനി ഇങ്ങനത്തെ ചെയ്യണോ? പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഫോളോ ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ അതിനനുസരിച്ച് ഒന്ന് ലെങ്ത് എടുത്തിട്ട് വരയ്ക്കണം. റൈറ്റ് ലെഫ്റ്റ് ടേൺ ചെയ്യുമ്പോൾ 90 ഡിഗ്രി വെച്ചിട്ട് തന്നെ വരയ്ക്കാം.
അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം ഇനി നോക്കണോ, ഒന്നുകൂടി ചെയ്യണോ? ഒന്ന് ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കൂ. ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാം. 5ാമത്തെ പ്രോബ്ലം ചെയ്യാം. എ പേഴ്സൺ വാക്സ് 10 മീറ്റർ ഫ്രണ്ട്. അപ്പൊ എന്താണ് ഫ്രണ്ട് എന്ന് പറഞ്ഞേക്കാം? അപ്പൊ നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും എടുക്കാം. ഫ്രണ്ടിലേക്ക് ഒരു 10 കിലോമീറ്റർ മൂവ് ചെയ്തു. അപ്പൊ ഞാനിവിടെ വരച്ചിട്ടുണ്ട്, പേഴ്സൺ ഫ്രണ്ടിലേക്ക് 10 കിലോമീറ്റർ മൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും 10 കിലോമീറ്റർ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം വീണ്ടും 3 ലെഫ്റ്റ് ആണ് വരുന്നത്. 3 ലെഫ്റ്റും 5, 15, 15 മീറ്റേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് ലെഫ്റ്റ് 5 കിലോമീറ്റർ, വീണ്ടും ലെഫ്റ്റ് ആണ് വരുന്നത്, വീണ്ടും 90 ഡിഗ്രി വരുന്നത്, 15 കിലോമീറ്റേഴ്സ്. അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് ആണ് 15 കിലോമീറ്റേഴ്സ്. പിന്നെ അതിനുശേഷം ഈ ഒരു പോയിന്റിലാണ് എത്തുന്നത്. വരച്ചു കഴിഞ്ഞ് ഈ ഒരു പോയിന്റിൽ എത്തുന്നു. അപ്പോൾ ഫസ്റ്റ് ആള് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പിക്ചർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അപ്പൊ ഇവിടെ ഒരു 10 കിലോമീറ്റർ ആണ് വരുന്നത്. ഞാൻ ഇവിടെ സൂം ചെയ്യുന്ന പോയിന്റ് 10 കിലോമീറ്റർ ആണ്. അതിന്റെ പാരലായിട്ട് വരുന്ന ഈ ഒരു ലൈന് 15 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഈ ഒരു സ്പേസ് വരുന്നത് 15 മൈനസ് 10 ആണ് വരുന്നത്. അപ്പൊ 5 ആണ് വരിക. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് ഈ ഒരു ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരിക. അപ്പൊ 5 കിലോമീറ്റർ ആണ് വരിക. അപ്പൊ ആൻസർ 5 കിലോമീറ്റർ ആണ് വരിക. അങ്ങനെയല്ലേ? നിങ്ങൾ വരച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആയോ? ഇപ്പോ ആ ഒരു ഡിസ്റ്റൻസ് അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അതിന്റെ ആൻസർ 5 ആണെന്ന് പിക്ചർ തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ പിക്ചർ വരയ്ക്കാൻ ജസ്റ്റ് അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ഫോളോ ചെയ്തിട്ട് അങ്ങ് വരയ്ക്കുക. വരയ്ക്കുമ്പോൾ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക, 90 ഡിഗ്രിയിൽ വരയ്ക്കുക. ഓക്കെ, സ്ക്രീൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ പ്രശ്നം ഉണ്ടോ? ഇല്ല, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. അത് ആ പിൻ ചെയ്തതിലേ പിൻ ചെയ്തിട്ട് പിൻ ചെയ്തതിൽ പ്രശ്നമാണ്. അത് തിരിച്ച് പിൻ ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. ആ പിൻ ചെയ്തതിന്റെ മുകളിൽ വീണ്ടും ക്ലിക്ക് ചെയ്താൽ തിരിച്ച് സ്ക്രീനിലേക്ക് പോകും. ഇനി ഇതേ പ്രോബ്ലം ആണ്. അപ്പോ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ പോസ്റ്റ്മാൻ വാക്ക്ഡ് 20 meter straight from his office, turned right and walked 10 meter. After turning left, he walked 10 meter and after turning right, walked 20 meter. He again turned right and walked 70 meters. How far he is from his office? ഇതേപോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ നമുക്ക് വരുന്നത് എന്താ പറയാ, മട്ടത്രികോണായിട്ടാണ് വരുന്നത്. വരയ്ക്കണ്ടല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം 20 കിലോമീറ്റേഴ്സ് പോസ്റ്റ് ഓഫീസ് ഇവിടെയാണ്, ഞാൻ വരച്ചിട്ടുണ്ട്. 20 കിലോമീറ്റേഴ്സ് മൂവ് ചെയ്തു, സ്ട്രൈറ്റ് ആയിട്ട് മൂവ് ചെയ്തു, പിന്നെ റൈറ്റിലേക്ക് മൂവ് ചെയ്തു, പിന്നെ ലെഫ്റ്റ്. അവർ പറയുന്ന അതേ ഇൻസ്ട്രക്ഷൻസിൽ ഒന്ന് വരച്ചാൽ മതി കേട്ടാ. അപ്പോ നമുക്ക് വരുന്ന ടോട്ടൽ ആള് ലാസ്റ്റ് 70 മീറ്റേഴ്സ് ആണ് കവർ ചെയ്തത്. അപ്പൊ ഇവിടെ ഓൾറെഡി ആള് 20 മീറ്റേഴ്സ് ടോപ്പിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആണെങ്കിൽ ഒരു 10 മീറ്റേഴ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ താഴെ വരുന്ന ലൈനില് 20 പ്ലസ് 10 വരും. അപ്പൊ 30 മീറ്റേഴ്സ് ആണ് അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നേരെ താഴോട്ട് വരച്ച 30 മീറ്റേഴ്സ് വരും. ബാക്കി ഒരു 40 മീറ്റേഴ്സും കൂടി വരും അല്ലെ. 70 മീറ്റേഴ്സ് ആണ് അയാൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തത്. അപ്പൊ 30 പ്ലസ് 40 വരും. അപ്പൊ ഈ പോയിന്റ് 40 കിലോമീറ്റേഴ്സും കൂടി അങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും ആള്. അപ്പൊ ആ ഒരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത്. ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ അവിടെ എന്തായി? അപ്പോ അതൊരു മട്ടത്രികോണായിട്ട് മാറും. മട്ടത്രികോണത്തിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 20 മീറ്റേഴ്സും ഇവിടെ ഒരു 10 മീറ്റേഴ്സും വരും. അപ്പൊ ടോട്ടൽ 30.
ബട്ട് 30 ഒരു ഭാഗം 30 ഒരു ഭാഗം 40 ആണെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് 3, 4, 5 ആയിട്ടാണ് ആ മട്ടത്രികോണത്തിന്റെ ലെങ്ത് വരിക. നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ 3ഉം 4ഉം ആണെങ്കിൽ അടുത്ത വശം എന്തായാലും 5 ആയിരിക്കും. ഇവിടെ 30ഉം 40ആണ്, അപ്പൊ അടുത്ത വശം എന്തായാലും 50 കിലോമീറ്റേഴ്സ് ആക്കി 3, 4, 5. അതൊരു മട്ടത്രികോണത്തിന്റെ 3ഉം 4ഉം ആണ് ഒരു സൈഡെങ്കിൽ അടുത്ത 5 ആയിരിക്കും കേട്ടോ. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല, പക്ഷെ ഈ ഒരു 3ഉം 4ഉം 5 അങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസുകളിൽ നിങ്ങൾ ചെയ്ത് നോക്കാൻ പോണ്ട. 3, 4 ആണ് രണ്ട് സൈഡെങ്കിൽ മൂന്നാമത്തെ വലിയ വശം 5 ആയിരിക്കും. അപ്പൊ ഇവിടെ 30ഉം 40 ആയതുകൊണ്ട് 50 ആയിരിക്കും. അല്ലെങ്കിൽ സ്ക്വയർ ഇത് ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ 50 ആയിരിക്കും വരുന്നുണ്ടാവുക. 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ റൂട്ട് എടുക്കുക ചെയ്യപ്പെടും. അങ്ങനെയാണെന്ന് തോന്നുന്നു. 50 ആണെന്ന് കറക്റ്റ് ആൻസർ തോന്നുന്നു. ആരെങ്കിലും ചെയ്ത് നോക്കിയിരുന്നോ? ഞാൻ അങ്ങനെ രീതിക്കാണ് ചെയ്തത്. ആരെങ്കിലും ചെയ്ത് നോക്കിയപ്പോ എത്ര ആൻസർ കിട്ടിയത്? ആരെങ്കിലും ചെയ്ത് നോക്കുന്നോ? ഓക്കെ, 50 ആണ് വരിക. കിട്ടുന്നുണ്ട്, 50 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആറാമത്തെ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട്, ആൻസേഴ്സ് പറയുന്നുണ്ട്, മെസ്സേജ് ആയിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഏഴാമത്തെ പ്രോബ്ലം. Speed of a train is 20 meters per second. It crosses a pole in 10 seconds. What is the length of the train? ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ട്രെയിനിന്റെ പ്രോബ്ലംസ് അധികം കണ്ടിട്ടില്ല, എന്നാലും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു പോളോ ഒരു വടി എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റിനാണ് ട്രെയിൻ പാസ് ചെയ്ത് പോകേണ്ടതെങ്കിൽ ആ ട്രെയിനിന്റെ ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് അത്രയും ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു പോസ്റ്റിനെയോ പോളിനെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ കടന്നു പോകാൻ പറ്റുള്ളൂ ട്രെയിനിന്. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ഏതിനെയാണോ കടന്നു പോകേണ്ടത് ആ ഒരു ഒബ്ജക്റ്റിന്റെ എന്താ പറയാ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതിന്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിന്റെ ലെങ്തിനേക്കാൾ വളരെ വളരെ ചെറുതാണെങ്കിൽ ഇതിന്റെ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. ഇപ്പൊ നമുക്കറിയാം ഒരു പോസ്റ്റിന്റെ ഒരു വിഡ്ത്ത് എത്രയാണ് ഏകദേശം വരിക എന്നുള്ളത്. അപ്പൊ അതിനേക്കാളും ഒരുപാട് ഇരട്ടി കൂടുതലാണ് ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ കേസുകളിലൊക്കെ നമുക്ക് ഇതിന്റെ എപ്പോഴും ഈ ഒരു ഇതിന് പാസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് ട്രെയിനിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് എടുക്കുക. അപ്പോ അതാണ് ആ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പോളിനെ കടന്നു പോകാനായിട്ട് എത്ര ഡിസ്റ്റൻസ് എടുക്കുന്ന അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് പറഞ്ഞത്. ഡിസ്റ്റൻസ് രണ്ടും സെയിം ആണ് വരിക. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കും ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ട്രെയിൻ ടു ക്രോസ് ദ പോൾ. അപ്പൊ പോളിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് തന്നെയാണ് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആയിട്ട് വരിക. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന സ്പീഡ് പറഞ്ഞിട്ടുണ്ട്, ട്രെയിനിന്റെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് 20 മീറ്റർ ദൂരത്തിൽ അത് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര ടൈമാണ് എടുത്തത് പോളിനെ ഓവർകം അല്ല മറികടക്കാനായിട്ട് എടുത്തത് 10 സെക്കൻഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് വരിക. വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു ടൈം 10 സെക്കൻഡ്സ് ആണ്. അപ്പൊ 200 മീറ്റർ ആണ് അതിന്റെ ആൻസർ വരിക. ഇത് ശരിയല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കിട്ടുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് കിട്ടുന്നുണ്ട് മിസ്? ഓക്കെ, ഓക്കെ, ചെറിയ പ്രോബ്ലം അല്ലേ അല്ലെ? ഓക്കെ, ഇനി ഇതേപോലെ ഞാൻ ഇതിൽ പ്രോബ്ലമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഞാനൊന്ന് പറയാം. ഈ ട്രെയിനിന്റെ കേസ് തന്നെ. അപ്പൊ പ്ലാറ്റ്ഫോമിനെയാണ് കവർ ചെയ്ത് പോകേണ്ട ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ പ്ലാറ്റ്ഫോമിന് എത്രയാണോ ഡിസ്റ്റൻസ് അത് പ്ലസ് ട്രെയിനിന്റെ ഡിസ്റ്റൻസും കൂടി കൂട്ടണം. എങ്കിലാണ് ടോട്ടൽ ഈ പ്ലാറ്റ്ഫോമിനെ കടന്നു പോകാനായിട്ട്
വേണ്ട ഡിസ്റ്റൻസ് അങ്ങനെയാണ് കിട്ടുക കേട്ടോ. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് ഒരുപാട് പ്ലാറ്റ്ഫോമിന്റെയും പിന്നെ നമ്മുടെ ട്രെയിനിന്റെയും ലെങ്ത് എന്ന് പറയുന്നത് അങ്ങനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതൽ. ആ കേസുകളിൽ രണ്ടിന്റെയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് വരിക ടോട്ടൽ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിലെ പ്രോബ്ലം ഞാൻ സെർച്ച് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല. അങ്ങനത്തെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ അതും കൂടി ഓർത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി എട്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാൻ തോന്നുന്നു. എട്ടാമത്തെ പ്രോബ്ലം പറയുന്നത് എ ബൈക്ക് ട്രാവൽസ് along 4 sides of a square at speeds of 200, 400, 600 and 800 km/h. Find average speed. അപ്പോ ഇവിടെ എന്താണ് സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിലാണ് അതായത് ഓരോ വശത്തും ഓരോ വെലോസിറ്റിയിലാണ് ഒരു ബൈക്ക് മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എടുത്തിരിക്കുന്നത് 200 കിലോമീറ്റർ, നെക്സ്റ്റ് എക്സ് കവർ ചെയ്യുന്നത് 400 കിലോമീറ്റർ, നെക്സ്റ്റ് 600, അടുത്തത് 800 കിലോമീറ്റർ. അപ്പൊ ഓരോ വശത്തിനും ഓരോ വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു വെഹിക്കിള് എത്രയാണോ ടോട്ടൽ ആയിട്ട് എടുത്തിരിക്കുന്ന, ആരോ മെസ്സേജ് അയക്കുന്നുണ്ട്. വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യൂ കേട്ടോ, വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ ആയിട്ട് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു ഡിവൈഡ് ബൈ ഓരോ ഡിസ്റ്റൻസും കവർ ചെയ്യാൻ എടുത്തിരിക്കുന്ന ടൈമിന്റെയും സമ്മാണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഓരോ വശത്തും കവർ ചെയ്തിരിക്കുന്ന സ്പീഡിനെ V1, V2, V3, V4 എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മള് ചെയ്യുന്നത് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? കാണുന്നില്ലേ? ഞാൻ ഇത് പറഞ്ഞോട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഇല്ല. അപ്പോൾ ഓരോ സൈഡിലെയും സ്പീഡിനെ ഞാൻ ഓരോ V1, V2, V3 എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. V4 4 സ്പീഡാണ് വരിക. അപ്പോൾ V1 20 km/h. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം എത്രയായിരിക്കും? എല്ലാ വശങ്ങളും എക്സ് ഡിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതൊരു സ്ക്വയർ ആണ്, എക്സ് ഡിസ്റ്റൻസ് ആണ്. എല്ലാം സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ x/200 വരും. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ് അതിനെടുക്കുന്ന ടൈം പറയുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ T1, V1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ടൈം, ഫസ്റ്റ് വശത്ത് അതെടുക്കുന്ന ടൈം x/200 അത്രയും അവർ വരും. ഇത് ശരിയല്ലേ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി, അതാണ് ടൈം വരിക. ഇനി രണ്ടാമത്തെ അതേപോലെ തന്നെ P2 എന്ന് പറയുന്നത് 400 km/h ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈം x/400 അതിന്റെ വെലോസിറ്റി. അതേപോലെ തന്നെ T3 എന്ന് പറയുന്നത് x/600ഉം T4 എന്ന് പറയുന്നത് x/800 അവറും എന്ന് വരും. അപ്പൊ ടോട്ടൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത് ചെയ്യാം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ വരിക? x plus x plus x plus x വരും, 4x എന്ന് വരും. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 4x എന്ന് വരും. ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈമിനെയാണ് ഓരോ ടൈം T1 plus T2 plus T3 plus T4 എന്ന് വരും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആവറേജ് സ്പീഡ് is equal to 4 into x divided by T1 plus T2 plus T3 plus T4. 4x by ഇങ്ങനെ ഒരു ഇതെന്താ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ x/200 plus x/400 plus x/600 plus x/800 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ LCM എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 200, 400, 600ന്റെ LCM എടുക്കുന്നതിന് 2468ന്റെ LCM എടുത്താൽ മതി. 246 എന്ന് വരുമ്പോ അതിന് 24 ആണ് LCM കിട്ടുക. ചെയ്ത് നോക്കണേ. 2468 LCM
24 ആണ്. അപ്പൊ അതിന്റെ LCM ഒരു 2400 വരിക. 24 2400 വരിക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? അപ്പൊ 2400 ആവാൻ വേണ്ടിയിട്ട് 200 കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യണം നോക്കണം ആഡ് ചെയ്യാനായിട്ട്. താഴെ കോമൺ ആയിട്ട് 2400 ആണ് വന്നിരിക്കുന്നത്. മുകളിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം 200-നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 400 വരെ 12x വരും. നെക്സ്റ്റ് 400-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6x വരും. പ്ലസ് 6-നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4x വരും. പ്ലസ് 8-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3x വരും. ഡിവൈഡ് ബൈ 100. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ 4x ബൈ അത് a ബൈ b ബൈ c എന്ന് വന്നു കഴിഞ്ഞാല് ആ ഒരു ഫോർമുല അല്ലേ, 2 ലൈൻ വരുന്നില്ലേ, a ബൈ b ബൈ c. അപ്പൊ c എന്ന് പറയുന്നത് മുകളിലേക്ക് പോകും, ac ബൈ b എന്ന് വരും. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 2400 ഉള്ളത് മുകളിലേക്ക് പോകുമ്പോ 4x ഇൻറ്റു 2400 ഡിവൈഡഡ് ബൈ ഇത് എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12x 6x 4x 3x ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25x ആണ് വരിക. അപ്പൊ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആവറേജ് സ്പീഡ് വരുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 384 km/h ആണ് വരിക. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് മെസ്സേജ് ഇടോ ആരെങ്കിലും. ആരോ മ്യൂട്ട് ചെയ്യാണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. സൗണ്ട് മ്യൂട്ട് ചെയ്യണേ ബാക്കി ആൾക്കാര്. ഇവിടെ ക്ലിയർ. ഓക്കെ, ഒരാൾക്ക് മനസ്സിലായിട്ടില്ല. 12x-ഉം 6x-ഉം 4x-ഉം 3x-ഉം ഒന്നുമില്ല. നമുക്കറിയാം ഇവിടെ രണ്ട് മാത്രം. ഇപ്പോ എക്സ് ബൈ 200 പ്ലസ് എക്സ് ബൈ 400 പ്ലസ് എക്സ് ബൈ 6 ആ ഒരു ടേം ഇല്ലേ, 4 ടേം, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിൽ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ LCM കണ്ടുപിടിക്കണം. കാരണം താഴെ നമുക്ക് എല്ലാം ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, ഇത് നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പോ ഇതില് LCM വരുന്നത് 2400 ആണ്. അപ്പൊ 2400 താഴെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 200-നെ 2400 ആക്കാൻ വേണ്ടിയിട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 6 താഴെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ 6 തന്നെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഈ ഒരു ടേമിന് വേറൊരു മാറ്റമൊന്നും വരാൻ പാടില്ല. 1/1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ. അപ്പൊ ഇവിടെ താഴെ 2400 ആണ് വരേണ്ടത്. കാരണം LCM മാത്രമാണ് വന്നിരിക്കുന്നത്, എങ്കിലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 200-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 2400 വരെ. അപ്പൊ താഴെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മുകളിലും 6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 6x സോറി 6 അല്ലേ, സോറി 6 അല്ല 12 ആണ്. സോറി 2400 ആണ്. 12 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 12x അങ്ങനെ വരും. ക്ലിയർ. രണ്ടാമത്തേലാണെങ്കിൽ 400 ആണ്. അതിനെ 2400 ആക്കാൻ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ താഴെയും മുകളിലും 6 കൊണ്ട് ചെയ്യണം. അങ്ങനെയാണ് അത് വന്നത്. അപ്പൊ ക്ലിയർ ആയോന്നൊന്ന് പറയോ? ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം ഇതുപോലത്തെ ഒരു പ്രോബ്ലം ആണ്. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്ത അതേ പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടാണ് ഞാൻ തരുന്നത്. 9ാമത്തെ പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒരു 4ാമത്തെ പ്രോബ്ലം അവിടെ നിൽക്കുന്നുണ്ട്. ആ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. നാലാമത്തെ പ്രോബ്ലം പറയുന്നത് ഇതാണ്. എ ട്രെയിൻ leave Agra at 5 AM and reaches at Delhi 9 AM. Another train leave Delhi at 8 AM. Sorry 7 AM and reaches Agra at 10:30 AM. At what time do the two trains cross each other? ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ഇതാണ്. ഒരു ട്രെയിന് ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഓർ A to B, എന്ന് ബിയിലേക്ക് 5 AM സ്റ്റാർട്ട് ചെയ്തത്. എന്ന് സ്റ്റാർട്ട് ചെയ്ത ടൈം 5 AM ആണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തിയത് 9 AM. അപ്പൊ ടോട്ടൽ അത് എടുക്കുന്ന ടൈം
4 hours ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ അതായത് ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ട്രെയിൻ വരുന്നുണ്ട്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം 7 AM പിന്നെ എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് 10:30 AM എ ടു ബിയും ബി ടു എയും 2 ട്രെയിനുകളാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന പ്രോബ്ലത്തിൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിന് 5 AM പിന്നെ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ 7 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഏതിനാ സ്പീഡ് കൂടുതൽ ഉണ്ടാവുക? ഫസ്റ്റ് ട്രെയിൻ 4 hours എടുക്കുന്നുണ്ട്. സെക്കൻഡ് ട്രെയിൻ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 10:30 എത്തുന്നുണ്ട്. അപ്പൊ അത് 3.5 മണിക്കൂറേ എടുക്കുന്നുള്ളൂ. അപ്പൊ കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ട്രെയിൻ സെക്കൻഡ് ട്രെയിൻ ആണ്. കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. അപ്പൊ കൂടുതൽ സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ഫസ്റ്റ് ട്രെയിൻ 4 hours, സെക്കൻഡ് ട്രെയിൻ 3.5 hours, 3.5 മണിക്കൂറാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രെയിൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് ട്രെയിൻ 4 മണിക്കൂർ എടുക്കുന്നത് കൊണ്ട് ഡിസ്റ്റൻസിനെ 4 ആയിട്ട് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 AM എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 6 AM, 7 AM, 8 AM, 9 AM അങ്ങനെ 4 മണിക്കൂറാണ് വരുന്നത്. അപ്പൊ അതിൽ 7 AM ആകുമ്പോഴേക്കും, ഞാൻ ഇവിടെ വരച്ചതിൽ എന്തൊരു പ്രശ്നം ഉണ്ട് കേട്ടോ, 7 AM ആകുമ്പോഴേക്കും അത് പകുതി ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. 7 AM എന്ന് പറയുമ്പോൾ 5 to 7 2 മണിക്കൂർ, 2 മണിക്കൂറിന്റെ ഉള്ളിൽ അത് പകുതി ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇവിടെ പ്രത്യേകിച്ച് വെലോസിറ്റി ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് ഊഹിക്കാം ഇതിന്റെ യൂണിഫോം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഒരേ സ്പീഡിലാണ് 2 ട്രെയിനുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് വിചാരിക്കാം. അങ്ങനെ ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇത് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും പകുതി ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇത് പകുതി ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന സമയത്താണ് രണ്ടാമത്തെ ട്രെയിന് 5 AM കറക്റ്റ് 5 AM സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പകുതി ഡിസ്റ്റൻസ് എത്തിയിട്ടുണ്ടാവും 7 AM. ഓക്കെ, സെൻട്രൽ ഒരു ലൈൻ പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അത് 7 AM. അപ്പൊ 7 AM ഇത് പകുതി കവർ ചെയ്തപ്പോഴാണ് രണ്ടാമത്തെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം 7 AM-ന്റെയും 9 AM-ന്റെ ഇടയിലായിരിക്കും ഇവ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് നമുക്ക് ഊഹിക്കാം. ആൻസറിൽ പറഞ്ഞിരിക്കുന്നത് 6:36 AM, 6:56 AM, 7 AM, 7:56 AM. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആൻസർ 7:56 കാരണം 6:30 ആയിരിക്കില്ല. കാരണം 7 മണിക്കാണ് സെക്കൻഡ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ 7-നേക്കാളും ശേഷമായിരിക്കും എന്തായാലും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ വെലോസിറ്റിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടൈമിന്റെ റേഷ്യോ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ട്രെയിനിന്റെ എടുത്ത ടൈമാണ് T2, ഫസ്റ്റ് ട്രെയിൻ എടുത്ത ടൈം T1 അങ്ങനെ എടുത്തു. രണ്ടും തന്നിട്ടുണ്ട്. വെലോസിറ്റി നമുക്ക് അറിയില്ല. അതിന്റെ വെലോസിറ്റി T2/T1 V1/V2. ഇതാണ് ഇക്വേഷൻ. ഇതിന്റെ റേഷ്യോന്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോ ഇവിടെ വരുന്നത് T2 ഈസ് 3.5 മണിക്കൂർ. 3.5 ഡിവൈഡ് ബൈ T1 ഈസ് 4. അപ്പൊ 3.5/4 വരും. അപ്പോൾ നമുക്കൊരു റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആയിട്ടാണ് വരേണ്ടത്. 3.5 ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ റേഷ്യോ പറയുമ്പോൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ഈ 3.5/4 ഞാനിവിടെ 7/8 എഴുതി. രണ്ടിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് റേഷ്യോ ആയിട്ട് വരിക. ക്ലിയർ ആയോ? 3.5/4 എന്ന് പറഞ്ഞിട്ട് റേഷ്യോ പറയില്ല, ഒരു നമ്പർ ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ഏറ്റവും നമുക്ക് ഡിവൈഡ് ചെയ്ത് ഏറ്റവും ചുരുക്കി എഴുതാൻ പറ്റുന്ന നമ്പർ ആയിട്ടാണ് റേഷ്യോ എഴുതുക. 3.5/4 ഏറ്റവും ചുരുക്കി എഴുതാൻ പറ്റുന്ന ടൈം വാല്യൂ എന്ന് പറയുന്നത് 7/8 ആണ്. അപ്പൊ V1/V2 എന്ന് പറയുന്നത് 7/8 വന്നു. V1 നമുക്ക് അറിയില്ല, അതിന്റെ V1ഉം V2ഉം അറിയില്ല. V1/V2 ആണ് നമുക്ക് അറിയുന്നത്. അപ്പോ നമുക്ക് V1 സമം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V1 എന്ന് പറയുന്നത് 7s. S എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോ V1/V2 എന്ന് പറയുന്ന റേഷ്യോ ആണല്ലോ. അപ്പോ ആ റേഷ്യോ
നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് ഇതിനെ v1 = 7 എന്നും v2 = 8 എന്നും പറയാൻ പറ്റില്ല. കാരണം വേറൊരു കോൺസ്റ്റന്റ് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാവും. അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ടായിരിക്കും 7/8 നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് v1 നമുക്ക് അസ്യൂം ചെയ്യുന്നത് 7 × s. s എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് എടുക്കുക. അപ്പൊ അതാണ് ഞാനിവിടെ let v1 = 7s. s എന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. v2 = 8s എന്ന് പറഞ്ഞിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഫസ്റ്റ് a to b ഡിസ്റ്റൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം ആണ്. b to a യും a to b യും സെയിം ആണ്. a to b ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ആ ട്രെയിൻ a to b യിലേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന ടൈമാണ്. അപ്പോൾ വെലോസിറ്റി v1 is 7s ഇൻറ്റു ആ ടൈം എന്ന് പറയുമ്പോൾ 4 hour ആണ് ഫസ്റ്റ് ട്രെയിൻ എടുത്തത്. അപ്പോൾ 7s × 4 എന്ന് വരും. അപ്പോൾ 28s എന്ന് വരും. അപ്പോൾ ഇതാണ് a to b യിലേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് 28s ആണ് വരിക. പക്ഷെ രണ്ടാമത്തെ ട്രെയിന് ഇനി കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ഫസ്റ്റ് ട്രെയിൻ കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് പകുതി മാത്രമേ ഉള്ളൂ. 7 AM ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പകുതി മാത്രമേ ഇനി മൂവ് ചെയ്യാനുള്ളൂ. രണ്ടാമത്തെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് ട്രെയിൻ പകുതി മാത്രമേ മൂവ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ട്രെയിൻ കവർ ചെയ്യേണ്ട ടൈം ഡിസ്റ്റൻസ് എത്ര വരിക? 28s പകുതിയേ വരുള്ളൂ. ടോട്ടൽ ഡിസ്റ്റൻസ് 28s. അപ്പൊ 14s. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ 7st + 8st = 14s എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7s എന്ന് പറയുന്നത് v1 ആണ്, വെലോസിറ്റി, ഫസ്റ്റ് ട്രെയിനിന്റെ വെലോസിറ്റി. അതേ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ദാറ്റ് പ്ലസ് രണ്ടാമത്തെ ട്രെയിന് രണ്ടും കൂടി ഒരേ ടൈമിലാണല്ലോ മീറ്റ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ടൈമിലാണല്ലോ. അതിനെയാണ് ഞാൻ t എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. രണ്ട് ട്രെയിനും കൂടി കവർ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എത്രയാണ്? 14s. രണ്ടും കൂടി ക്രോസ് ചെയ്ത് പോകുമ്പോൾ എടുക്കേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 14 ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് വരിക. 14s ആണ് വരിക. അത് വീഡിയോയിൽ ഞാൻ ചെറുതായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 15st = 14s എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷന് ഡയറക്റ്റ് ആയിട്ട് t = 14/15 അവർ എന്ന് വരും. 14/16 അവർ എന്ന് വരുമ്പോൾ അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 14/60 × 16 × 60 എന്ന് വരും. മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്താൽ അപ്പോൾ 56 മിനിറ്റ് ആണ് വരിക. അപ്പോൾ 7 എന്ന് പറഞ്ഞ ടൈമിലാണ് അത് രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് 1 സെന്റർ പോയിന്റ് എന്നും സെക്കൻഡ് 1 സ്റ്റാർട്ടിംഗ് പോയിന്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. 7 മണി കഴിഞ്ഞിട്ട് 56 മിനിറ്റ് അതിലാണ് അത് തമ്മിൽ മീറ്റ് ചെയ്യുക. അങ്ങനെയാണ് 7:56 AM കിട്ടിയത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയും? ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരും കൂടി മനസ്സിലായെങ്കിൽ ഒന്ന് പറയോ? ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി എവിടെയാണ് മനസ്സിലാക്കിച്ചാൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇതാ പേജ് ഇപ്പൊ പറഞ്ഞു. ഓക്കെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. രണ്ടാമത്തെ പേജിൽ 14/15 ആണ്. അത് ശരിയാണ്. 16 അറിയാണ്ട് ഞാൻ എഴുതിപ്പോയതാണേ. അത് എഴുതുമ്പോൾ ഉള്ളൊരു മിസ്റ്റേക്ക് എന്താണ്
14/15 ആണ് കറക്റ്റ് ആൻസർ. അതാണ് നമുക്ക് 56 മിനിറ്റ്സ് എന്ന് വരിക. 14/15 ഇൻറ്റു 60 ചെയ്യണം. ഇൻറ്റു 60 ചെയ്യുന്നത് അവറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്, മണിക്കൂറിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഈ ആൻസറിന്റെ PDF ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. ടീച്ചർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ, പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ പ്രോബ്ലവും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു തോന്നുന്നു. അജിത് സർ. റീന, ഇന്നത്തെ 9 എണ്ണം ഡിസ്കസ് ചെയ്തു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മനസ്സിലായോന്ന് എനിക്ക് അറിഞ്ഞൂടാ സാർ. ഒന്ന് അല്ല, അത് ചിലപ്പോ അത് ഞാൻ പറയാം. ഇപ്പം മാത്സ് ഒരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലും അതുപോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലും ഒന്നും വന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്ന അത്ര എളുപ്പത്തില് ഈ ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് ഇതിപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ അവരിത് പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ ഈ ക്ലാസിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടെ നോക്കട്ടെ. മാത്രമല്ല 2 ദിവസത്തേക്ക് റീന ഈ ഗ്രൂപ്പിൽ തുടരുക, വാട്സാപ്പ് ഗ്രൂപ്പില്. അപ്പൊ അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. ഇവര് ഈ ഗ്രൂപ്പിലുള്ളവര് ഒന്ന് അതെ അതെ. അപ്പൊ അവര് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവര് ചോദിക്കട്ടെ. അല്ല, അവര് ഇപ്പൊ പറയാൻ ചിലപ്പോ അവർക്ക് മടി ഉണ്ടാവും. ഇത് പ്രത്യേകിച്ച് ഈ ലാംഗ്വേജ് മലയാളത്തിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് അത്ര ധാരണ ഉണ്ടായിട്ടുണ്ടാവില്ല. കണക്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇല്ല അല്ലേ, ടെർമിനോളജി ഒക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരൊന്ന് നോക്കട്ടെ. ഞാൻ അവരോട് പേഴ്സണലായി സംസാരിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ വെച്ചിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ 2-3 ദിവസം കൂടെ റീന ആ ഗ്രൂപ്പിൽ തുടർന്നാൽ മതി. ഞാൻ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. കുഴപ്പമില്ല, എനിക്ക് പേഴ്സണലായിട്ട് വോയിസ് മെസ്സേജോ വിളിക്കോ എങ്ങനെ വേണേലും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ ഇപ്പൊ അവസാനിപ്പിക്കാൻ 2 മണിക്കൂറോളം ആയി. ഇന്നിപ്പോ ഇതിന് പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. മറ്റൊന്ന് ഒഫീഷ്യലായിട്ട് നന്ദി പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാനായ നമ്മുടെ സുബിൻ ഈ ഗ്രൂപ്പിലുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുബിൻ കേൾക്കുന്നുണ്ടോ? സിബിൻ കേൾക്കുന്നുണ്ടോ? സിബിൻ കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഇല്ല, സിബിന് നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ല. എനിക്ക് തോന്നുന്നു സിബിൻ ലെഫ്റ്റ് ആയിട്ടുണ്ട് ഇതിനിടയിൽ എപ്പോഴും. അപ്പൊ ഞാൻ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. അതുപോലെ ഈ മീറ്റിംഗ് പിന്നെ ക്ലാസ് എടുത്ത റീന, പങ്കെടുത്ത നിങ്ങൾ എല്ലാവർക്കും, അതുപോലെ ഇത് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്ത നമ്മുടെ പ്രിയ സുഹൃത്ത് മജീദ് തുടങ്ങിയ എല്ലാവർക്കും നന്ദി. അടുത്ത ക്ലാസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നിങ്ങൾക്കുള്ള സംശയങ്ങൾ റീന ടീച്ചറോട് എപ്പോഴെങ്കിലും ചോദിക്കാം. പേഴ്സണലായ മെസ്സേജ് അയക്കണമെങ്കിൽ അങ്ങനെ അയക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കണമെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. ഗ്രൂപ്പിൽ ചോദിച്ചാൽ എല്ലാവർക്കും പിന്നെ സൗകര്യം ആയിരിക്കും, കൂടുതൽ പേർക്ക് മനസ്സിലാക്കാൻ സൗകര്യമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും തിരൂർ കോളേജ് മലയാള വിഭാഗത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം. നന്ദി. അജിത്ത്, ഒരു മിനിറ്റ്. ഹലോ അജിത്ത്. ഓക്കെ, മജീദ് പറയൂ. ഈ സെഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ യൂട്യൂബ് ലിങ്ക് ആക്കി വേണമെങ്കിൽ അജിത്തിന് അയച്ചുതരാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം, വേണമെങ്കിൽ ചെയ്യാം. താങ്ക് യു. വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം. അത് വളരെ നന്നായി. ഓക്കെ ഓക്കെ, ശരി. ഞാൻ ലെഫ്റ്റ്